إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأن محمدا صلى الله عليه وسلم عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن أحسن الحديث كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. بسم الله الرحمن الرحيم. فرح المخلفون بمقعدهم خلاف رسول الله وكرهوا أن يجاهدوا بأموالهم وأنفسهم في سبيل الله وقالوا لا تنفروا في الحر قل نار جهنم أشد حرا لو كانوا يفقهون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. സ്നേഹധന്യരായ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ, സർവലോകരക്ഷിതാവായ അല്ലാഹുവിന്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും ജീവിതത്തിന്റെ വിവിധ മേഖലകളിലും കഴിവിന്റെ പരമാവധി ആസ്വദിച്ചു
യഥാർത്ഥ മുത്തഖികളായി ജീവിക്കാൻ ശ്രദ്ധിക്കുന്നു എന്ന് ആമുഖമായി വസീയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള അവസരവും സൗഭാഗ്യവും നമുക്ക് ഏവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. ആമീൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിയോഗത്തിന്റെ 1.5 വർഷം മുമ്പ്, അഥവാ പ്രവാചകന്റെ അവസാനത്തെ സൈനിക നീക്കമായിരുന്നു തബൂക്ക് യുദ്ധം. റോമിലുള്ള 1,00,000-ഓളം വരുന്ന ഭടന്മാരെ നേരിടാൻ ഹിജ്റ 9-ാം വർഷം 30,000-ഓളം അനുയായികളുമായി പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റജബ് മാസത്തിൽ യാത്ര തിരിക്കുകയാണ്. മദീനയിൽ നിന്ന് 200 കിലോമീറ്റർ അകലെയാണ് തബൂക്ക്. ഗസവത്ത് തബൂക്ക് എന്നാണ് ചരിത്രങ്ങളിൽ അറിയപ്പെടുന്നതെങ്കിലും വിശുദ്ധ ഖുർആൻ അതിനെ വിശേഷിപ്പിച്ചത് ഗസവത്തുൽ ഉസ്റ എന്നാണ്, അഥവാ പ്രാരാബ്ധത്തിന്റെ പോരാട്ടം എന്ന്. വല്ലാത്തൊരു കാലഘട്ടമായിരുന്നു അത്. കൊടും ചൂടാണ്. لقد تاب الله على النبي والمهاجرين والأنصار الذين اتبعوه في ساعة العسرة من بعد ما كاد يزيغ قلوب فريق منهم وتاب الله عليهم. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ അതിനെ വിശേഷിപ്പിച്ചത് അങ്ങനെയാണ്. കൊടും പ്രാരാബ്ധത്തിന്റെയും കാലാവസ്ഥ പ്രതികൂലമായ സാഹചര്യത്തിലും തങ്ങളുടെ ജീവനേക്കാൾ ഉയർന്നു, അല്ലെങ്കിൽ തങ്ങളുടെ ജീവിതത്തിന്റെ ലക്ഷ്യം നരകമോചനമാണ് എന്ന ബോധമുള്ള ആളുകളുടെ പശ്ചാത്തലം അല്ലാഹു സ്വീകരിക്കുകയും അല്പമൊക്കെ വിശ്വാസക്കുറവുള്ള ആളുകളുടെ ഹൃദയത്തിൽ ചില ചാഞ്ചാട്ടങ്ങൾ ഉണ്ടായെങ്കിൽ പോലും അല്ലാഹു അതെല്ലാം പരിഹരിച്ചു അവരെ പശ്ചാത്താപത്തിന്റെ പാതയിലേക്ക് നയിക്കുകയും ചെയ്തു എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നത്. ഇറങ്ങാൻ നേരത്ത് എല്ലാവരും നിരായുധരാണ്, സാമ്പത്തികമായി വളരെ ശോഷിച്ച അവസ്ഥയാണ്. റസൂലുള്ളാഹി പറഞ്ഞു, മൻ ജഹസൽ ഉസ്റ ഫലഹുൽ ജന്ന. ഈ പ്രതികൂലമായ കൊടും ചൂടിലും ഈ ഒരു പ്രയത്നത്തിന് മുന്നിട്ട് വരുന്ന ആളുകൾക്ക് സ്വർഗമുണ്ട്, അതിനു വേണ്ടി സഹായിക്കുന്നവർക്ക് സ്വർഗമുണ്ട്. മഹാനായ ഉസ്മാൻ റളിയല്ലാഹു അൻഹു 1000 സ്വർണ്ണ ദിനാർ എന്ന് പറഞ്ഞാൽ സ്വർണ്ണ നാണയമാണ്. 1000 സ്വർണ്ണ നാണയമാണ് അതിന് കൊടുത്തത്. പ്രവാചകന്റെ മടിയിൽ കൊണ്ടുവന്നത് നിക്ഷേപിച്ചപ്പോൾ പ്രവാചകൻ അത് നോക്കിയിട്ട് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ നോക്കി പറഞ്ഞു, ഇനി ഉസ്മാൻ എന്ത് ചെയ്താലും ഉസ്മാനൊന്നും ഒരു ഉപദ്രവവും ധരിപ്പിക്കുകയില്ല. അത്രമാത്രം വലിയ ത്യാഗം. ഒരു ഈത്തപ്പഴം 2ആയി പകുത്ത് ഒരാൾ കഴിച്ചിരുന്നു, 2 ആൾ കഴിച്ചിരുന്നുവെന്ന ഒറ്റ ഈത്തപ്പഴം. ദാഹം ശമിപ്പിക്കാൻ വെള്ളമില്ലാതെ വന്ന് വഴിയിൽ വെച്ച് ഒട്ടകത്തടുത്ത് അതിന്റെ പൂനയിൽ ഒട്ടകം സൂക്ഷിച്ചിരുന്ന വെള്ളമെടുത്ത് കുടിച്ചു എന്ന് ചരിത്രം. വഴിയിലാണ് അൽകൊല്ല എന്ന പ്രദേശം. അൽകൊല്ല എന്ന് പറഞ്ഞാൽ ഇന്ന് സൗദി ഹെറിറ്റേജ് ഡിപ്പാർട്ട്മെന്റ് അതൊരു പുരാവസ്തു സന്ദർശന കേന്ദ്രമായി നിശ്ചയിച്ചിട്ടുള്ള സ്ഥലമാണ്. ഹിജ്ർ എന്നറിയപ്പെടുന്ന സ്ഥലം. മഹാനായ സ്വാലിഹ് നബി അലൈഹിസ്സലാമിന്റെ കൗമായ സമൂദ് ഗോത്രത്തിന്റെ വാസസ്ഥലം. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ജനതയെ നശിപ്പിച്ചത് വലിയൊരു ഇടിത്തീ കൊണ്ടാണ്. فأما ثمود فهديناهم فاستحبوا العمى على الهدى فأخذتهم صاعقة عذاب الهون بما كنتم تكسبون. സമൂദ് പത്രക്കാർക്ക് അല്ലാഹു സന്മാർഗം കാണിച്ചു കൊടുത്തു, പക്ഷേ അവർ ഇഷ്ടപ്പെട്ടത് അന്ധകാരത്തെയായിരുന്നു. ഫസ്തഹബ്ബുൽ അമى അലൽ ഹുദാ. ഹിദായത്തിനേക്കാൾ അവർക്ക്
പ്രാമുഖ്യം ഇരുട്ടായിരുന്നു, വെളിച്ചത്തേക്കാൾ അന്ധകാരമായിരുന്നു അവർക്കിഷ്ടം. അതുകൊണ്ട് തന്നെ ഇടുത്തി വീണുകൊണ്ടാണ് അവർ അല്ലാഹു നശിപ്പിച്ചത് എന്നാണ്. വെള്ളത്തിന്റെ പ്രാരാബ്ദം കൊണ്ടും ഭക്ഷണത്തിന്റെ അപര്യാപ്തത കൊണ്ടും അയ്യൂല എന്ന ദേശത്തെത്തിയപ്പോൾ അവിടെ വലിയൊരു കിണർ കണ്ടു. 3 പത്രക്കാർ നിർമ്മിച്ച കിണർ. സ്വഹാബികൾ പലരും പ്രവാചകന്റെ അനുവാദം ചോദിക്കുന്നതിന് മുമ്പ് ആ കിണറ്റിൽ നിന്ന് വെള്ളം കോരിയെടുത്ത് കുടിച്ചു. പലരും ഉളു എടുത്തു. അവരുടെ അടുക്കലുണ്ടായിരുന്ന ഗോതമ്പ് മാവിൽ അത് കുഴച്ച് വെള്ളം ഒഴിച്ച് കുഴച്ച് റൊട്ടി ഉണ്ടാക്കാനിരിക്കുമ്പോഴാണ് പ്രവാചകൻ ആ വിവരം പറയുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ കുഴച്ച പൊടി ഒട്ടകങ്ങൾക്ക് കൊടുക്കാൻ ആവശ്യപ്പെടുകയാണ്. അല്ലാഹുവിന്റെ കഠിനമായ ശിക്ഷ, കഠിനമായ തീ കൊണ്ട് ശിക്ഷിക്കപ്പെട്ട ജനതയാണ്. ഇവിടെ വെച്ച് അതൊരിക്കലും നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല. പലരും ദിവസങ്ങൾക്ക് ശേഷം സമൃദ്ധമായ കിണറും വെള്ളവും കണ്ടപ്പോൾ വളരെ സന്തോഷമരുതരായി. അവർ ചിരിക്കാൻ തുടങ്ങി, ഉല്ലസിക്കാൻ തുടങ്ങി. റസൂലുള്ളാഹി പറഞ്ഞില്ല, തദ്ഖുലു അലാ ഹൗലാഇൽ മുഅദ്ദിബീൻ ഇല്ലാ അൻ തകൂനു ബാഖീൻ ഫഇൻ ലം തകൂനു ബാഖീൻ ഫലാ തദ്ഖുലു അലൈഹിം മാ അസാബക്കും മാ അസാബഹും. ഒരിക്കലും നിങ്ങൾ ഇതുപോലുള്ള ശിക്ഷയ്ക്ക് പാത്രമായ ആളുകൾ അവരുടെ വാസസ്ഥലങ്ങളിലേക്ക് പ്രവേശിക്കുമ്പോൾ ഇങ്ങനെ ചിരിച്ചുല്ലസിക്കാൻ നിങ്ങൾക്ക് എങ്ങനെ സാധിക്കുന്നു? അല്ലാഹുവിന്റെ നിയമങ്ങൾ ലംഘിച്ചുകൊണ്ട് ജീവിച്ചപ്പോൾ കഠിനമായ ഇടിത്തിരി കൊണ്ട് പരീക്ഷിക്കപ്പെട്ട ആ ജനതയുടെ വാസസ്ഥലം അവർ നിർമ്മിച്ച കിണർ അതെങ്ങനെ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ സാധിച്ചു? എന്തുകൊണ്ട് നിങ്ങൾ എന്നോട് അനുവാദം ചോദിച്ചില്ല? കരഞ്ഞുകൊണ്ടല്ലാതെ ഒരാളും അവിടെ പ്രവേശിക്കരുത്. ഇന്നും പലരും സൗദിയിൽ പോകുമ്പോൾ അല്ലോലയിൽ പോകാറുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം അതൊരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാണ്. സത്യത്തിൽ റസൂലുള്ളാഹി പറയുന്നത് അങ്ങോട്ട് നിങ്ങൾ പോകരുത് എന്നാണ്. അഥവാ പോവുകയാണെങ്കിൽ ഇല്ല അന്തക്കൂനും ബാക്കി. ആ ജനതയുടെ ദുരന്തപൂർണമായ പര്യവസാനത്തെ ഓർത്ത് കരഞ്ഞുകൊണ്ടല്ലാതെ നിങ്ങൾ അതിലേക്ക് പ്രവേശിക്കരുത്. ഇനി അഥവാ നിങ്ങൾക്ക് കരയാൻ കഴിയുന്നില്ലേ, അങ്ങോട്ട് കയറണ്ട, അങ്ങോട്ട് പോകരുത് എന്നാണ്. കാരണം അവരെ ബാധിച്ച ശിക്ഷ നിങ്ങളെയും ബാധിക്കുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ യാത്രാ സംഘവുമായി വളരെ പെട്ടെന്ന് തന്നെ തബൂക്കിലേക്ക് നീങ്ങുന്നതാണ് ചരിത്രം പറയുന്നത്. അവിടെ എത്തിയപ്പോഴാണ് പല ആളുകളും വഴിയിൽ വെച്ച് പിന്മാറിപ്പോയിരിക്കുന്നു. പലരും മദീനയിൽ നിന്ന് പുറപ്പെട്ടിട്ടില്ല. അതിന്റെ കാരണം എന്താണ്? ഹൃദയത്തിൽ നിഫാഖുണ്ട്, കാപട്യമുണ്ട്. അവർ തങ്ങളുടെ ഇരിപ്പിടം തന്നെയാണ് സുരക്ഷിതം എന്ന് തീരുമാനിച്ചിരിക്കുകയാണ്. പ്രവാചകനോടുള്ള മാത്സര്യ ബുദ്ധി, പ്രവാചകന്റെ ആജ്ഞകളെ അനുവർത്തിക്കുവാനുള്ള ഒരു വിപ്രതിപത്തി, ഇത് നിമിത്തം അവർക്ക് തബൂക്കിലേക്ക് പ്രവാചകനെ സഹായിക്കാൻ പുറപ്പെടാൻ കഴിയുന്നില്ല എന്ന് മാത്രമല്ല, തങ്ങളുടെ സമ്പത്ത് ഇതിനു വേണ്ടി ഇറക്കേണ്ടി വരും, തങ്ങളുടെ ശരീരം അള്ളാഹുവിന്റെ മാർഗത്തിൽ ത്യജിക്കേണ്ടി വരും, ബലികർപ്പിക്കേണ്ടി വരും. അപ്പൊ ഇതവർക്ക് അനിഷ്ടകരമായി തോന്നുകയാണ്. അതുകൊണ്ടും അവസാനിച്ചില്ല. പോകാൻ ഉദ്ദേശിച്ച ആളുകളുടെ വീട്ടിൽ കയറി അവർ ആ പോക്കിന് വിഘ്നം നിൽക്കുകയാണ്. എന്തൊരു കൊടും ചൂടാണ്! ഈ ചൂട് സഹിച്ചുകൊണ്ട് മുഹമ്മദിന്റെ വാക്കും കേട്ട് നിങ്ങൾ 700 കിലോമീറ്റർ അപ്പുറത്തുള്ള തബൂക്കിലേക്ക് പോവുകയോ? അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് നൽകിയ മറുപടി നബിയെ അവരോട് പറഞ്ഞേക്കണം, ഈ ചൂട് അവർക്ക് അസഹ്യമാണ്. പക്ഷേ ഇതിനേക്കാൾ കൊടും ചൂട് അവരെ കാത്തിരിക്കുന്നത്. എങ്ങനെ അവർക്ക് സഹിക്കാൻ കഴിയും ആ ചൂട്? നരകാഗ്നി എന്ന ചൂടിന്റെ 70% ദുനിയാവിലെ ചൂട്.
സഹാബത്ത് പറഞ്ഞ വൈന്നഹന കാഫിയ, നബിയെ ഈ ചൂടെന്നെ താങ്ങാൻ കഴിയുന്നില്ലല്ലോ, പിന്നെ ഇതിന്റെ 69 ഇരട്ടിയോ? അതെ, അല്ലാഹു അങ്ങനെയാണ്. ഓരോ അംശത്തിനും ഇതുപോലെ ചൂടുണ്ടായിരിക്കുമല്ല. അങ്ങനെ 70 ഇരട്ടി ചൂടുള്ള അഗ്നിയെ കാത്തിരിക്കാൻ എങ്ങനെ കഴിയും? ഈ മറുപടി പലർക്കും പ്രയാസമുണ്ടാക്കി പലരും പ്രവാചകന്റെ കൂടെ പോയി. ഇന്ന് നമ്മൾ ചൂടനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ അല്ലാഹുവിന്റെ മാർഗത്തിൽ കൂടുതൽ ത്യാഗോത്സലമായ പ്രവർത്തനങ്ങളിലേക്ക് ഇറങ്ങാൻ ഇതുപോലുള്ള മറുപടികൾ പ്രചോദനമാക്കേണ്ടതുണ്ട്. മഹതിയായ മാഷിത്ത ബിബി റളിയല്ലാഹു അൻഹയുടെ ചരിത്രം മുമ്പ് നമ്മൾ ഇവിടെ വെച്ച് പറഞ്ഞിട്ടുണ്ട്. ഫറോവ ചക്രവർത്തിയുടെ കുടിലിലെ കൊട്ടാരത്തിലെ പരിചാരികയാണ്. അവരുടെ മക്കളെ ട്രീറ്റ് ചെയ്യുന്ന അവരുടെ നേഴ്സാണ്. ഒരിക്കൽ മോളുടെ മുടി ചീകിക്കൊണ്ടിരിക്കുമ്പോഴാണ് മാഷിത്തയുടെ കയ്യിൽ നിന്ന് ചീർപ്പ് നിലത്ത് വീഴുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്രാ മിഅ്റാജിന്റെ രാത്രിയിൽ സ്വർഗത്തിൽ നിന്ന് അടിച്ചു വീശുന്ന സുഗന്ധത്തെ കുറിച്ച് ആരാഞ്ഞപ്പോൾ മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം പ്രവാചകൻ ഈ ചരിത്രം പറഞ്ഞു കൊടുക്കുകയാണ്. മാഷിത്താബിയുടെ കബറിടത്തിൽ നിന്ന്, മാഷിത്താബിയുടെയും അവരുടെ 5 മക്കളുടെയും കബറിടത്തിൽ നിന്ന് അടിച്ചു വീശുന്ന സുഗന്ധമാണ് നബിയെ. എന്താ സംഭവം എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു കൊടുത്തു ഈ സംഭവം. മാഷിത്താബിയുടെ കയ്യിൽ നിന്ന് ചീർപ്പ് താഴത്ത് വീണു. വീണത് ചീർപ്പെടുക്കുമ്പോൾ മുടി മാറുന്നുകൊണ്ടിരിക്കുമ്പോൾ ചീർത്ത് നിലത്ത് നിന്ന് എടുക്കുമ്പോൾ രഹസ്യമായി ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട്. പക്ഷെ അത് ഫിറോനും മക്കളും അറിയില്ല. അറിയാതെ ബിസ്മില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ചീർപ്പെടുത്തത്. മോൾ പറഞ്ഞു, ഇതാരാണ്? എന്റെ കുപ്പയില്ലാത്ത മറ്റൊരു നാഥനാണ്, റബ്ബ് ആരാണ്? മാഷിത്തബി പറഞ്ഞു, ഇന്ന റബ്ബി റബ്ബു അബീക്കി വറബ്ബുക്കി അല്ലാഹ്, എന്റെയും നിന്റെയും നിന്റെ പിതാവിന്റെയും റബ്ബ് അള്ളയാണ്. മോൾക്കത്തെ തല രസിച്ചില്ല. ഞാൻ ഉപ്പയോട് ഈ വിവരം പറയുമെന്ന് പറഞ്ഞു. വിവരം പറഞ്ഞു. മാഷിത്താബിയെ ഫിറോൻ വിളിച്ചു. അവരൊക്കെ മാഷിത്ത, ഞാനല്ലാത്ത റബ്ബ് നിനക്കുണ്ടോ? മാഷിത്താബി പറഞ്ഞു, അതെ, ഞാൻ മൂസയുടെ റബ്ബിൽ വിശ്വസിച്ചിട്ടുണ്ട്, അതാണ് എന്റെ റബ്ബ് ചെയ്യുന്നത്. പിന്മാറാൻ അവർ തയ്യാറായില്ല. അവസാനം വലിയൊരു ചെമ്പ് പാത്രം കൊണ്ടുവന്നു. അതിൽ എണ്ണ ഒഴിച്ച് തിളപ്പിക്കാൻ ആവശ്യപ്പെടുന്നു. മാഷിത്താബിയുടെ മുമ്പിൽ വെച്ച് ഓരോ മക്കളെയും അതിലേക്ക് വലിച്ചെറിയുന്നു. തന്റെ കയ്യിലിരിക്കുന്ന മുല പിടിക്കുന്ന പ്രായമുള്ള കുട്ടിയെ, ആ കുട്ടിയുടെ ഊഴമെത്തിയപ്പോ ഫറോ ചോദിച്ചു, ഇനിയെങ്കിലും പിന്മാറിക്കൂടെ? മാഷിത്ത പറഞ്ഞില്ല. അവസാനം ഫറോ ചോദിച്ചു, എന്താണ് അവസാനത്തെ അഭിലാഷം, അവസാനത്തെ ആഗ്രഹം എന്താണ്? മാഷിത്താബി പറഞ്ഞു, എന്റെ മരണശേഷം ഞങ്ങളുടെ മക്കളുടെ എല്ലുകൾ ഒരേ കുഴിമാടത്തിൽ കബറടക്കണം, ഒരേ കഫൻകുടയിൽ പൊതിയണം, അതാണ് എൻ്റെ ആഗ്രഹം. അവസാനത്തെ ആഗ്രഹമല്ലേ എന്ന നിലക്ക് ഫിറഔൻ സമ്മതിച്ചു. തന്റെ പിഞ്ഞും കുഞ്ഞിനെയും എടുത്തുകൊണ്ട് ആ തിളക്കുന്ന എണ്ണയിലേക്ക് ചാടാൻ അല്പം പ്രയാസപ്പെട്ടു നിൽക്കുമ്പോൾ മുലപ്പൊടിക്കുന്ന പ്രായത്തിലുള്ള ആ കുഞ്ഞ് ഉമ്മയോട് പറഞ്ഞു, ആ ഉമ്മ എത്തഹനി ഉമ്മ, ദുനിയാവിലെ ഈ തിളക്കുന്ന ചൂട് നിങ്ങൾക്ക് സഹിക്കാൻ കഴിയില്ലെങ്കിൽ നാളെ റബ്ബിന്റെ പരലോകത്തെ അഗ്നി നിങ്ങൾ എങ്ങനെ സഹിക്കും? അതുകൊണ്ട് ചാടിക്കൊള്ളുകയത്തിൽ ഞാൻ കൂടെയുണ്ട്. ഉടൻ മഷ്ടിയെന്ന ആ ചാട്ടത്തിൽ അവരും ഷഹീദായി. പറഞ്ഞതുപോലെ തന്നെ കബറടക്കി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്രായേലിന്റെ രാത്രിയിൽ അവരുടെ കബറിടത്തിൽ നിന്ന് സുഗന്ധം ഒഴിച്ചു വീശുന്നു. അത് പ്രവാചകൻ ആസ്വദിക്കാൻ കഴിയും. എന്തുകൊണ്ടാണ്? ദുനിയാവിലെ ചൂടിനെ പരലോകത്തിന്റെ ചൂടിന്റെ മുമ്പിൽ അവർക്ക് നിസ്സാരമായി കാണാൻ സാധിച്ചു. യാ അയ്യുഹല്ലദീന ആമനൂ ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ വഖൂദുഹാ അൻ-നാസു വൽ ഹിജാറ അലൈഹാ മലായികത്തുൻ വഇലാഹും ശിദാദ് ലാ യഅസ്സുന അല്ലാഹ മാ അമറഹും വയഫ്അലൂന മാ യുമറൂൻ. വിശ്വാസികളെ, ഖൂ അൻഫുസകും, നിങ്ങളെ രക്ഷിക്കണം കേട്ടോ. വഅഹ്ലീകും, നിങ്ങളുടെ കുടുംബത്തെയും നിങ്ങളുടെ രക്തബന്ധുക്കളെയും നിങ്ങൾക്ക് രക്ഷിക്കാൻ സാധിക്കണം. നാരൻ അഗ്നിയിൽ
നരകത്തിൽ നിന്ന് രക്ഷിക്കാൻ സാധിക്കണം. ആ നരകത്തിലെ ഇന്ധനം എന്ന് പറയുന്നത് ഓയിലല്ല, അല്ലെങ്കിൽ വിറകല്ല. അവിടുത്തെ ഇന്ധനം എന്ന് പറയുന്നത് കല്ലും മനുഷ്യനുമാണ്, നാസും ഹിജാറത്തുമാണ്. എന്നാൽ നാസിനെ കൂടെ ഹിജാറത്ത് പറയാൻ, കല്ല് കത്തണമെങ്കിൽ ചെറിയ തീയൊന്നും പോരാ. നമ്മൾ ഇന്ന് വെള്ളം തിളക്കാൻ 100 ഡിഗ്രി സെൽഷ്യസ് മതി. സ്റ്റൗവിൽ വെച്ച് വെള്ളം തിളപ്പിക്കുമ്പോൾ സ്റ്റൗവ് കത്തുന്നില്ല, കാരണം ഇരുമ്പ് കത്താനുള്ള ഫ്ലെയിം അതിനില്ല. 1538 ഡിഗ്രി സെൽഷ്യസിൽ തീ ഉണ്ടെങ്കിലേ ഇരുമ്പ് കത്തു എന്നാണ്. കല്ല് കത്താനോ അതും പോരാ. കല്ല് കത്താൻ മാത്രമുള്ള തീ ഇവിടെ ഇല്ല. അതാണ് നേരത്തെ പറഞ്ഞ 69 ഇരട്ടിയുള്ള തീ. ആ കല്ല് വരെ കത്തിക്കാൻ പ്രാപ്തിയുള്ള ഫ്ലെയിം നരകത്തിലുണ്ടെങ്കിൽ പിന്നെ മനുഷ്യ, നിന്റെ അവസ്ഥ എന്താ? ഇന്ന ആർത്തതിനാൽ സൂറത്തുൽ കഹ്ഫിൽ ഇന്നും നമ്മൾ പാരായണം ചെയ്തു. ക്രമം തെറ്റി ജീവിക്കുന്ന ആളുകൾക്ക് അള്ളാഹു ഒരുക്കി വെച്ചതാണ് നരകം. എന്ന് പറഞ്ഞാൽ അള്ളാഹു ഈ ജീവിതത്തിന്റെ ചില മാർഗനിർദ്ദേശങ്ങൾ വെച്ചിട്ടുണ്ട്. അതിൽ നിന്ന് വ്യതിചലിച്ചു പോകുന്ന ആളുകൾ അക്രമികളാണ്, അവർക്കുള്ളതാണ് നരകം. ആ നരകത്തിൽ അഗ്നി കൊണ്ട് അവർ വെന്തിരുകുമ്പോൾ വെള്ളത്തിന് ആവശ്യപ്പെടും. അവർക്ക് കൊടുക്കുന്ന വെള്ളം കൽമുഹൽ, അത് ഉരുകിയൊലിക്കുന്ന ലോഹമായിരിക്കും. ആ ലോഹം വെള്ളം കുടിക്കാൻ, ആ ലോഹം ഉരുകിയ ലോഹം വെള്ളമാണെന്ന് ധരിച്ചത് മുഖത്തേക്ക് വായിലേക്ക് കൊണ്ടുവരുമ്പോൾ അവരുടെ മുഖങ്ങളെല്ലാം ഉരുകിപ്പോകും. ശവായ, നമ്മൾ ശവായ കഴിക്കാറില്ലേ? ചുട്ടരിച്ച കോഴി, ചിക്കൻ. നമ്മൾ എന്തൊരു സന്തോഷത്തിലാണ് കഴിക്കുന്നത്. സലഫുസാലികൾ ചുട്ടരിച്ച ഭക്ഷണം കാണുമ്പോൾ, ചുട്ട് പാകമായ ആടിനെ കാണുമ്പോഴും കോഴിയെ കാണുമ്പോഴും കരയാറുണ്ടായിരുന്നു എന്നാണ്. ഒരിക്കൽ സലഫുസാലികൾപ്പെട്ട ഒരാളുടെ ചരിത്രത്തിൽ വായിച്ചിട്ടുണ്ട്. അദ്ദേഹം ഒരു കടയുടെ മുമ്പിൽ വെച്ച് നിലവിളിക്കുകയാണ്. കടക്കാരൻ ചോദിക്കുകയാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ തരാമല്ലോ, എന്തിനാണ് കരയുന്നത്? പൊരിച്ച മാംസമല്ലേ? അദ്ദേഹം പറഞ്ഞു, ഞാൻ അതുകൊണ്ടല്ല കരയുന്നത്. ജീവജാലങ്ങളെല്ലാം അഗ്നിയിൽ പ്രവേശിക്കുന്നത് നിർജീവമായിട്ടാണ്. പക്ഷേ മനുഷ്യ ആദം സന്തതികൾ നരകത്തിൽ അല്ലെങ്കിൽ അഗ്നിയിൽ പ്രവേശിക്കുന്നത് ജീവനോട് കൂടിയാണ്. ഇതെങ്ങനെ സഹിക്കാൻ കഴിയും? അതെ, നിസ്സംശയം അത് കത്തിച്ചൊലിക്കുന്ന നരകമാണ്. അതവരുടെ തലയോട്ടിയവരെ ഉരുക്കിക്കളയും, ഊരിക്കളയും എന്നാണ്. നമ്മുടെ തലയോട്ടിയിൽ നിന്ന് മാംസം പോയാൽ എന്തായിരിക്കും അവസ്ഥ? പല്ല് പുറത്തു വരും, പല്ലിടിച്ചിങ്ങനെ ഇരിക്കുമെന്നാണ്. കണ്ടിട്ടില്ലേ നിങ്ങൾ? തലയോട്ടിയിൽ മാംസമില്ലാതെ, മുടിയില്ലാതെ ഇരിക്കുന്ന ആ ഒരു മുഖത്തൊന്നും സങ്കല്പിച്ചു നോക്കും. പല്ലിടിക്കുന്നത് കാണാം നരകത്തിൽ വെച്ച്. അവർ ഇങ്ങനെ പല്ലടിച്ചു കൊണ്ടിരിക്കും. ഇന്ന് ഭൂമിയിൽ നമ്മൾ അനുഭവിക്കുന്ന അഗ്നി, ഈ ചൂടുണ്ടല്ലോ, ഇതിന് നമുക്ക് പല പ്രതിഭാസങ്ങളും പല നാമങ്ങളും ചെയ്തു കൊടുക്കാം. സൂപ്പർ എൽനിനോ പ്രതിഭാസം എന്നാണ് പുതിയ പേര്. പസഫിക് സമുദ്രത്തിന്റെ ഉപരിതലത്തിലുണ്ടാകുന്ന അഗ്നി ചൂട്, അതെന്തോ ആകട്ടെ. എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്ന പോലെ സമുദ്രം ആണിക്കത്തിക്കപ്പെടുമ്പോൾ ഒരുപക്ഷെ വാതിൽ അത് ആണിക്കത്താനുള്ളതായിരിക്കും. അതിന്റെ മുന്നോടിയായിട്ടാണ് കൊടും ചൂട് ഇന്ന് അനുഭവപ്പെടുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ കൊടും ചൂട് കണ്ടാൽ നിങ്ങൾ മനസ്സിലാക്കണം, അത് നരകം റബ്ബിനോട് പറഞ്ഞ പരാതിയുടെ ഉത്തരമാണ്. നരകം പടച്ചവനോട് പറഞ്ഞു, പടച്ചവന് എന്നെ ഇതാ പരസ്പരം കാർന്നു നിന്ന് പോകുന്നു. ഞാൻ കാത്തിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ടല്ലോ, മനുഷ്യരിലും ജിന്നുകളിലും പെട്ട ആളുകൾ.
അവർ വരുന്നതിന് മുമ്പ് എന്റെ തീച്ചോല അഗ്നിച്ചോല അത് അണഞ്ഞു പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നരകത്തിന് രണ്ട് വിശ്വാസമുള്ള അവസരം കൊടുത്തുവെന്നാണ്. നഫസും ഫിസ്സൈഫ് വനഫസും ഫിശ്ശിതാ. ഒന്ന് ശൈത്യകാലത്താണ്. ശൈത്യകാലത്ത് നരകം ഒരു നെടുവീർപ്പിടും. ആ സമയത്ത് അത് കൊടും തടുപ്പായിട്ട് പ്രത്യക്ഷപ്പെടും. അതൊരു ശിക്ഷയാണ്. എന്ന് പൂർവഗാമികൾ പറയാറുണ്ട്. കൊടും തണുപ്പ് വരുമ്പോൾ നരകത്തിലെ കൊടും തണുപ്പിനെ കുറിച്ച് നിങ്ങൾ ഓർക്കണം. കാരണം കൊടും തണുപ്പ് ശിക്ഷയാണ്, സുഖത്തിന്റെ തണുപ്പല്ല. അതേപോലെ വനഫസും ഫിസ്സൈഫ്, ഉഷ്ണകാലം, വേനൽക്കാലം, ചൂടുകാലം, ഈ കാലത്ത് നരകം ഒരു നെടുവീർപ്പെടുന്നുണ്ട്. കൊടും ചൂട് അനുഭവപ്പെടുമ്പോൾ നിങ്ങളത് നരകം വിടുന്ന നെടുവീർപ്പാട്, ഇതിനേക്കാൾ വലിയ ചൂട് എനിക്ക് അനുഭവിക്കേണ്ടി വരുമെന്ന ബോധം നിങ്ങളിൽ ഉണ്ടാക്കിയെടുക്കാൻ ഈ ചൂടിനെ നിങ്ങൾക്ക് പ്രചോദനമാക്കേണ്ടതുണ്ട് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ടാണ് പ്രവാചകൻ കാവൽ ചോദിച്ചത്, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ഹദ്ദി ജഹന്നം, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ഹദ്ദി ജഹന്നം. അല്ലാഹുവേ, നരകത്തിന്റെ കൊടും ചൂടിൽ നിന്ന് എന്നെ നീ സംരക്ഷിക്കണേ. അങ്ങനെ പ്രാർത്ഥിക്കാൻ, ഈ ചൂടിനെ നമ്മളൊരു ഉപാധിയാക്കി ഒരു പ്രചോദനമാക്കി എടുക്കാൻ നമുക്ക് സാധിച്ചാൽ ഈ ചൂട് പക്ഷെ നീങ്ങിപ്പോകും. നരകാഗ്നിയിൽ വെന്തരിയുമ്പോഴുള്ള ചൂട് ഒരിക്കലും നീങ്ങിപ്പോവുകയില്ല. റബ്ബന അമത്തന സ്നതൈൻ വഅഹ്യൈതന സ്നതൈൻ ഫഅതറഫ്നാ ബിദുനൂബിനാ ഫഹൽ ഇലാ ഖുറൂജിൻ മിൻ സബീൽ. അല്ലാഹുവേ, ഞങ്ങൾ 2 പ്രാവശ്യം മരണപ്പെട്ടു. ഒന്ന് നിർജീവമായിരുന്നു, പിന്നീട് ജീവൻ വന്നു, വീണ്ടും മരിച്ചു. അതാണ് 2 മരണം. ഞങ്ങൾ വീണ്ടും ഭൂമിയിൽ ജീവിച്ചു, മരിച്ചു, വീണ്ടും പരലോകത്ത് ഉയർത്തെഴുന്നേൽപ്പിച്ചു. അതാണ് 2 ജീവിതം. ഈ കാലഘട്ടത്തിലെല്ലാം ഞങ്ങൾ ചെയ്തു പോയ അതിക്രമങ്ങളെ കുറിച്ച്, അനീതിയെ കുറിച്ച്, തെറ്റുകളെ കുറിച്ച് ഇതാ ഞങ്ങൾക്ക് ബോധം വന്നിരിക്കുന്നു. ദുനിയാവിലേക്ക് തിരിച്ചു പോകാൻ എന്തെങ്കിലും ഒരു മാർഗം ഞങ്ങൾക്ക് നീ കാണിച്ചു തരുമോ എന്ന് പറയുമ്പോൾ അല്ലാഹു പറയും, നിങ്ങൾ അല്ലാഹുവിനെ മാത്രം വിളിക്കുന്ന, അല്ലാഹുവിനോട് മാത്രം ഇസ്തിഗാസ ചെയ്ത് അവനെ മാത്രം ആരാധിച്ച് അവന്റെ മുമ്പിൽ സകലതും ബലിയർപ്പിച്ച് അവന്റെ മുമ്പിൽ എല്ലാം സമർപ്പിച്ചുകൊണ്ട് മുസ്ലിമായി ജീവിക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടിയ പേരെന്താണ്? നിങ്ങൾ ഈമാനുള്ളവരാണെങ്കിൽ ഇതെല്ലാം നിഷേധിക്കണം, തൗഹീദിനെ നിഷേധിക്കണം, തത്വത്തെ നിരാകരിക്കണം. അങ്ങനെ വൃത്തികെട്ട രൂപത്തിലുള്ള ഒരു ജീവിതം നയിച്ചാൽ നിങ്ങൾ ജീവിതത്തിൽ നല്ല ആളുകളായി ചിത്രീകരിക്കപ്പെട്ടിരുന്നു. അങ്ങനെയുള്ളവരാണ് നല്ല ആളുകൾ എന്ന് നിങ്ങൾ ഒരു കാലത്ത് പറഞ്ഞിരുന്നു. ഇന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടില്ലേ? അല്ലാഹുവിന്റെ ഏകത്വം അംഗീകരിച്ചു അവന്റെ മുമ്പിൽ സകലതും സമർപ്പിച്ച് യഥാർത്ഥ മുസ്ലിമായി ജീവിക്കുന്നവർക്കുള്ളതാണത്. ഇഹ്സാനോടുകൂടി അല്ലാഹുവിന്റെ മുമ്പിൽ സകലതും സമർപ്പിച്ച് മുസ്ലിമായി ജീവിച്ചാൽ അവർക്കുള്ളതാണ് സ്വർഗം. ഉന്നതന മഹാനുമായ അല്ലാഹുവായ ഞാൻ വിധിക്കും എന്ന് നിങ്ങൾ എന്ത് ചെയ്യണം? അതുകൊണ്ട് നിങ്ങൾ അത് അനുഭവിച്ചു കൊള്ളുക എന്ന് പറയുന്ന, എന്ന് മറുപടി കേൾക്കുന്ന ഒരു ദാരുണമായ അവസ്ഥയിലേക്ക് നാം എത്തിപ്പെടാൻ പാടില്ല. അതുകൊണ്ട് ഇതുപോലുള്ള പരീക്ഷണങ്ങൾ നമുക്ക് പരലോകത്ത് സ്വർഗപ്രാപ്തി നേടിയെടുക്കാൻ തോന്നുന്ന രൂപത്തിലേക്ക് എത്തിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. സർവശക്തൻ അനുഗ്രഹിക്കുമാറാകട്ടെ. أقول قولي هذا أستغفر الله لي ولكم ولجميع المسلمين والمؤمنين أجمعين فاستغفروه إنه هو الغفور الرحيم. إن الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه أجمعين أما بعد. ഒരിക്കൽ കൂടി സർവശക്തനായ അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണേ എന്ന് പറയാം. വേനൽക്കാലമായാൽ വഴിയിലുടനീളം നമ്മൾ കാണുന്നൊരു കാഴ്ചയാണ് അവിടെയുള്ള കമ്മലുകളും പുല്ലുകളും ചെടികളും എല്ലാം അഗ്നിക്കിരയാക്കുക എന്നത്. ആ സന്ദർഭത്തിൽ നമ്മൾ ഓർക്കേണ്ട ഒരു വിഷയമുണ്ട്.
ഇതെല്ലാം ഈ ഭൂമി എന്നുള്ളത് മനുഷ്യന്റെ മാത്രം വാസസ്ഥലമല്ല. ഇവിടെ ഒരുപാട് എല്ലാ പ്രാണികളുണ്ട്, ഇടജന്തുക്കളുണ്ട്, ജീവജാലങ്ങളുണ്ട്, ഉറുമ്പുകളുണ്ട്. ഇവരെല്ലാം വസിക്കുന്നത് ഈ ഭൂമിയിലാണ്. നമ്മൾ കത്തിക്കുമ്പോൾ കരിക്കുമ്പോൾ ഇതെല്ലാം നശിച്ചു പോകുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികൾക്ക് പൂർവ്വകാല പ്രവാചകന്റെ ചരിത്രം പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഒരു ഉറുമ്പ് ഒരു പ്രവാചകനെ കടിച്ചപ്പോൾ അതിലുള്ള ദേഷ്യം കൊണ്ട് ആ ഉറുമ്പിന്റെ കൂട്ടത്തെ മൊത്തം കരിച്ചു കളയാൻ ഉത്തരവിട്ടു എന്നാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ പ്രവാചകനോട് ചോദിച്ചു, നിന്നെ ഒരു ഉറുമ്പ് കടിച്ചതിന്റെ പേരിൽ ഇത്രയും ഉറുമ്പുകളെ കരിച്ചു കളയാൻ നിനക്ക് ആരാണ് അധികാരം നൽകിയത്? എല്ലാത്തിനെയും കത്തിച്ചു കളയുകയോ? ഒരുപക്ഷെ അത് അല്ലാഹുവിനോട് നമുക്ക് വെള്ളത്തിന് വേണ്ടി യാചിക്കുന്നുണ്ടാകാം, പ്രാർത്ഥിക്കുന്നുണ്ടാകാം. എന്ന് മാത്രമല്ല, പ്രാർത്ഥിക്കുന്നുണ്ട് എന്നതാണ്. ലോകത്തുള്ള സകല ജീവജാലങ്ങളും അചേതനമാകട്ടെ ചേതനമുള്ളതാകട്ടെ എല്ലാം അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുന്നുണ്ട്, പ്രകീർത്തിക്കുന്നുണ്ട്. മഹാനായ സുലൈമാൻ നബി അലൈഹിസ്സലാം വെള്ളത്തിന്റെ നമസ്കാരത്തിന് വേണ്ടി മഴ കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ മൈതാനത്തേക്ക് പോകുന്ന വേളയിൽ ഒരു ഉറുമ്പക മലർന്നു കിടന്ന് അതിന്റെ കരങ്ങളും കാലുകളും വാനിലേക്ക് ഉയർത്തിയിട്ട് അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുന്നത് അദ്ദേഹം കേൾക്കുകയാണ്. സുലൈമാൻ നബി അലൈഹിസ്സലാമിന് പക്ഷികളുടെയും മൃഗങ്ങളുടെയും എഴുത്തുകളുടെയും സംസാരം മനസ്സിലാക്കാനുള്ള ശേഷിയുണ്ട്. അദ്ദേഹത്തിന്റെ മോചിതത്താണത്. ഉറുമ്പിന്റെ പ്രാർത്ഥന, അല്ലാഹുമ്മ ഇന്നാ ഖൽഖൻ മിൻ ഖൽഖിക ഫലാ തുഅദ്ദിബ്നാ ബിദുനൂബി ഇബാദിക. പടച്ചവനെ, ഞങ്ങളും നിന്റെ സൃഷ്ടിയാണ്. നിന്റെ അടിമകളിൽ പലരും തെറ്റ് ചെയ്യുന്നവരാകാം. അവർ ചെയ്ത തെറ്റിന്റെ പേരിൽ നിരപരാധികളായ ഞങ്ങൾക്ക് ഇനി എന്തിനാണ് വെള്ളം തടയുന്നത്? അതുകൊണ്ട് ഞങ്ങൾ നിന്റെ വെള്ളത്തിന് അർഹരാണ്, ആവശ്യക്കാരാണ്. അത് നൽകിയില്ലെങ്കിൽ ഞങ്ങൾ മരണപ്പെട്ടു പോകും, ജീവൻ നഷ്ടപ്പെട്ടു പോകുമെന്ന് പ്രാർത്ഥിച്ചപ്പോൾ സുലൈമാൻ നബി അലൈഹിസ്സലാം തന്റെ കൂടെയുള്ളവരോട് പറഞ്ഞു, നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഇനി പ്രസക്തിയില്ല, ഇതാ മഴ വരാൻ പോകുന്നു. ആ ഉറുമ്പിന്റെ പ്രാർത്ഥന അല്ലാഹു കേട്ടിരിക്കുന്നു. നമ്മളിങ്ങനെ കത്തിച്ച് കരിച്ചു കളയുമ്പോൾ ആ ചമ്മലുകൾക്കിടയിൽ ഏതെങ്കിലും ഒരു ഉറുമ്പ് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ അതിലൂടെ നഷ്ടപ്പെടുന്നത് നമുക്കുള്ള അനുഗ്രഹം കൂടിയാണ്. ഒരു ജനത സക്കാത്ത് നിഷേധിക്കുന്ന അവസ്ഥ വന്നാൽ മഴ തടയപ്പെടും. നമസ്കാരം നിഷേധിക്കുന്ന അല്ലെങ്കിൽ നമസ്കരിക്കാത്ത ജനത വന്നാൽ മഴ തടയപ്പെടുമെന്നല്ല, മറിച്ച് സക്കാത്ത് കൊടുക്കാത്ത ജനത വന്നാൽ, എന്താ സക്കാത്തും നമസ്കാരവും തമ്മിലുള്ള വ്യത്യാസം? നമസ്കാരം അല്ലാഹുവിനോടുള്ള ബാധ്യതയാണ്, സക്കാത്ത് സൃഷ്ടികളോടുള്ള ബാധ്യതയാണ്. ഈ ലോകത്തുള്ള സകല ജീവജാലങ്ങൾക്കും ഈ ഭൂമിയിൽ വസിക്കാനുള്ള ആവാസ വ്യവസ്ഥയുണ്ട്. അതിന് ഞാൻ കൂടി വഴിയൊരുക്കേണ്ടതുണ്ട്. പറവകൾക്കും പക്ഷികൾക്കും വെള്ളം കൊടുക്കാൻ ഈ സമയം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അങ്ങനെ അവരെ കൂടി നമ്മുടെ ഈ ജീവിതത്തിന്റെ ഭാഗമായി കാണുമ്പോഴാണ് അല്ലാഹു നമ്മൾക്ക് മഴ തരുന്നത്. എന്നാണ്. അക്കാലികളില്ലായിരുന്നുവെങ്കിൽ ഒരിറ്റ വെള്ളം പോലും നിങ്ങൾക്ക് ലഭിക്കുമായിരുന്നില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതുകൂടി നമ്മൾ ഓർക്കേണ്ടതുണ്ട്. ഇങ്ങനെ കത്തിക്കുമ്പോഴും കരിക്കുമ്പോഴും ഒക്കെ അല്ലാഹു നിശ്ചയിച്ച അവന്റെ അധികാരത്തിൽ നമ്മൾ പങ്കാളികളാവുകയാണ്. കൊണ്ടാണ് റസൂലുള്ളാഹി പറഞ്ഞത്, തീയെ സൃഷ്ടിച്ചവനാരോ അവനല്ലാതെ തീ കൊണ്ട് ശിക്ഷിക്കാനുള്ള അധികാരമില്ല. അല്ലെ, നമ്മൾ മോസ്കിറ്റോ ബാറ്റൊക്കെ ഉപയോഗിച്ച് കൊതുകിനൊക്കെ കൊല്ലുമ്പോൾ എന്ത് സന്തോഷമാണ്. സത്യത്തിൽ അത് നമ്മളെ ഉപദ്രവിക്കുന്ന ക്ഷുദ്രജീവികളെ വധിക്കാനുള്ള അവകാശം നമുക്ക് അല്ലാഹു നൽകിയിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ട് നമുക്ക് അതിനെ കൊല്ലാം. പക്ഷെ കരിക്കാൻ ആരാണ് അധികാരം നൽകിയത്? മാത്രമല്ല, ഇങ്ങനെ അന്തരീക്ഷത്തിൽ ഗ്ലോബൽ വാർമിങ്ങിന്റെ ഭാഗമായിട്ടുണ്ടാകുന്ന അന്തരീക്ഷ മലിനീകരണം, സസ്യങ്ങളൊക്കെ നശിച്ചു പോകുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് അതിനാകിരണം അതിനെ വഹിക്കാനുള്ള ശേഷി നഷ്ടപ്പെടുകയാണ്. സ്വാഭാവികമായും ചൂട് കൂടും. അന്തരീക്ഷത്തിൽ ഈ കാർബൺ ഡൈ ഓക്സൈഡ് തങ്ങി നിറഞ്ഞ് അതിന്റെ ചൂട് നമ്മൾ അനുഭവിക്കേണ്ടി വരും. ഈ കച്ചറകൾ, ഈ ചമ്മലുകള്, ചപ്പുകൾ, ചവറുകൾ ഇതൊക്കെ മണ്ണിൽ അലിഞ്ഞു ചേർന്ന് അത് വെള്ളം ആകിരണം ചെയ്യുമ്പോൾ സ്വാഭാവികമായും നമ്മുടെ ജല സ്രോതസ്സുകൾ വർദ്ധിക്കുകയാണ്. ഇതൊന്നും തിരിച്ചറിയാതെ ഇത്തരം പ്രവർത്തനങ്ങൾക്ക്, പ്രത്യേകിച്ച് ഇതുപോലുള്ള ചൂട് സമയത്ത് നമ്മൾ അതിനെ ഉപയോഗപ്പെടുത്തുമ്പോൾ നമ്മൾ നമ്മോട് തന്നെയല്ലേ അക്രമം ചെയ്യുന്നത്?
വലഅല്ലഹും യർജിഊൻ. കരയിലും കടലിലും പ്രയാസങ്ങളും പ്രതിസന്ധികളും വരുന്നത് മനുഷ്യകരങ്ങളുടെ പ്രവർത്തനത്തിന്റെ അനന്തരഫലമാണ്. അവർ ചെയ്തത് അവരെ തന്നെ അനുഭവിപ്പിക്കണം, അതിനു വേണ്ടിയാണ് നമ്മൾ ചെയ്യുന്നത് എന്ന് 2016 ഓഖി ദുരന്തമുണ്ടായപ്പോ 60 ടൺ പ്ലാസ്റ്റിക് മാലിന്യങ്ങളാണ് കരയിൽ കൊണ്ടുവന്ന് നിക്ഷേപിച്ചത്. കടലിൽ വളർന്ന പ്ലാസ്റ്റിക് കിട്ടിയത് നമ്മൾ പുറന്തള്ളിയതാണ്. നിങ്ങൾ ചെയ്തത് നിങ്ങളെ തന്നെ ഞാൻ അനുഭവിപ്പിക്കും. അതുകൊണ്ട് ആ പ്രയാസങ്ങൾ, അതിന്റെ കെടുതികൾ നമ്മൾ തന്നെ അനുഭവിച്ചു. വീണ്ടും ഇതുപോലുള്ള പ്രകൃതി ദുരന്തങ്ങൾക്ക് സാക്ഷികളാകാതിരിക്കാൻ നമ്മുടെ ഭാഗത്ത് നിന്നുള്ള ബോധപൂർവമായ ചിന്തകളും പ്രവർത്തനങ്ങളും നമ്മൾ ആവിഷ്കരിക്കേണ്ടത് അത് നമ്മുടെ മതത്തിന്റെ കൂടി ഭാഗമാണ്, നമ്മുടെ നിലനിൽപ്പിന്റെ ഭാഗമാണ് എന്ന് മനസ്സിലാക്കുക. സർവശക്തൻ അനുഗ്രഹിക്കുമാറാകട്ടെ. ബലിപെരുന്നാളുമാനുസരിച്ച് വരുന്ന പൊതുഹിയത്തിന്റെ ഭാഗമായി 12,000 രൂപയാണ് ഒരാടിന് നിശ്ചയിച്ചിട്ടുള്ളത്. ഒരുപക്ഷെ വ്യത്യാസങ്ങളൊക്കെ വന്നേക്കാം. അതിൻ്റെ മഹത്വം മനസ്സിലാക്കി ഇവിടെയുള്ള ബന്ധപ്പെട്ട ആളുകളുമായി കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട് കഴിയുന്ന ആളുകൾ തങ്ങളുടെ വിഹിതം നൽകി ഒരാടിനെയെങ്കിലും അറക്കാനുള്ള സന്നദ്ധത കാണിക്കണമെന്ന് ഉണർത്തുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ ഇൻഷാല്ലാഹ് മദ്രസ 2026-27 അധ്യയന വർഷത്തേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ മക്കളുടെ പഠനം, മതപരമായ പഠനം കൂടി ശ്രദ്ധിക്കണമെന്ന് ഉണർത്തുകയാണ്. സർവശക്തൻ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നടന്നുപോയ ആത്മാക്കളുമുള്ള മാപ്പ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ എല്ലാവിധ പ്രയാസങ്ങൾക്കും അല്ലാഹു പരിഹാരം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയി മരണപ്പെട്ടു പോയ ആളുകൾക്ക് അല്ലാഹു മഹ്ഫിറത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മുടെ മാതാപിതാക്കൾക്ക് അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ്സും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മരണപ്പെട്ടു പോയ മാതാപിതാക്കൾക്ക് അല്ലാഹു മഹ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവരെയും നമ്മയും നാമജന്നാത്തിൽ ഫിർദൗസിൽ അല്ലാഹു ഒരുമിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ. ലോകത്തിന്റെ നാനാഭാഗങ്ങളിലും പീഡനങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ സഹോദരന്മാർക്ക് അല്ലാഹു തുറവിയും സഹായവും പ്രദാനം ചെയ്യുമാറാകട്ടെ. അവരിൽ നിന്നും മരണപ്പെട്ട ആളുകൾക്ക് അല്ലാഹു രക്തസാക്ഷികളുടെ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്